ഹലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഞാൻ മക്കളെയൊക്കെ റെഡിയാക്കി മക്കളുടെ ഐറ്റംസും ബാഗും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്തിട്ട് ഞാനും അത്തച്ചിയും അമ്മച്ചിയും എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളൊന്ന് മൂവാറ്റുപുഴ വരെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ അത്തച്ചിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒന്ന് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ അമ്മച്ചിയാണ്. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി രാവിലെ ഹറിബറി തിരക്ക് പിടിച്ച കാര്യങ്ങളൊക്കെയായിരുന്നു. മക്കളുടെ ഫുഡ് അടിപ്പിക്കലും അതുപോലെ തന്നെ കുളിപ്പിക്കലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യലും ഒരു തിരക്കായിരുന്നു. അതിന് ശേഷം ഇതാ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂവാറ്റുപുഴയ്ക്കാണ് പോകുന്നത്. അപ്പോൾ മേലുകാവ്, മുട്ടം, തൊടുപുഴ അങ്ങനെയൊക്കെയുള്ള അപ്പം മേലുകാവ്, മുട്ടം ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള. അപ്പം ഞാൻ കൂടുതലായിട്ട് ഈ റോഡിലൂടെ 2 സൈഡിലും നല്ല അടിപൊളിയായിട്ട് നല്ല തണൽ വിരിച്ച വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ, നല്ലൊരു ഭയങ്കര പ്രകൃതി ഭംഗി, പച്ചപ്പും ഹരിതാവും എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഓരോ എന്താ പറയുക, കാറിൻ്റെ ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത്. കാര്യം എന്ന് വെച്ചാൽ അമ്മച്ചി പിള്ളേരുമായിട്ട് ബാക്കിലിരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട്. അതിനുശേഷം നമ്മൾ മൂവാറ്റുപുഴയിലൊക്കെ പോയി അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ ലഞ്ചും വിശേഷങ്ങളും എല്ലാം ഞാൻ വേറെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ മാമിയുടെ വീട്ടിൽ പോയി അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഒരു 4:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. തിരിച്ചിറങ്ങിയതിന് ശേഷം മൂവാറ്റുപുഴയിൽ നിന്ന് ഞങ്ങൾ വാഴക്കുളത്തെത്തി. വാഴക്കുളം എന്ന് പറയുമ്പോഴത്തേനും പൈനാപ്പിളിന് ഫേമസ് ആണല്ലോ വാഴക്കുളം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ദുബായിൽ പൈനാപ്പിൾ എന്ന് പറയുന്ന അത്ര ഈസിലി അവൈലബിൾ അല്ല, ഉണ്ട് എങ്കിലും അത്ര നല്ല പൈനാപ്പിളും കാര്യങ്ങളൊന്നും ഞാനൊരു പൈനാപ്പിൾ ലവറാണ്. അപ്പോൾ വാഴക്കുളത്ത് പോകുമ്പോഴത്തേനും എന്താണേലും കുറച്ച് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പല സെക്ഷനായിട്ട് ഒരു 2-3 എണ്ണം പഴുത്തത് വാങ്ങിച്ചു. എന്നാന്ന് വെച്ചാൽ ഉടനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ബാക്കി ഒരു 1-2 എണ്ണം പച്ച വാങ്ങിച്ചു. എന്നാന്ന് വെച്ചാൽ പറ്റുവാണെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുവരാം, ദുബായിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ട്. വാഴക്കുളത്തെ പൈനാപ്പിൾ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേ പോലെ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇന്നത്തേനും നാളത്തേനും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പഴുത്ത് നല്ല പഴുപ്പ് കയറിയ പൈനാപ്പിളാണ് അവിടെ ഡിസ്പ്ലേ പോലെ വെച്ചിരിക്കുന്നത്. പക്ഷേ കടയുടെ ഉള്ളിൽ നമുക്ക് ഏത് പരുവത്തിനുള്ളത് ചോദിച്ചാലും കിട്ടും. ഇന്ന് കഴിക്കേണ്ടത്, നാളെ കഴിക്കേണ്ടത്, 1 വീക്ക് കഴിഞ്ഞ് കഴിക്കേണ്ടത്, അങ്ങനെ നമ്മളെല്ലാം വേണ്ടതെല്ലാം വാങ്ങിച്ചു. പല അടുത്തടുത്ത് തന്നെ പല ഗോഡൗണായിട്ട് പൈനാപ്പിളിൻ്റെ ഹ്യൂജ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമുക്ക് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ അതിൻ്റെ മോൾ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് റെഡിയാക്കി തരികയാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ വാങ്ങിക്കൽ ഒരു പ്ലാൻ തന്നെയായിരുന്നു. വാഴക്കുളത്തുനിന്ന് പൈനാപ്പിൾ വാങ്ങിക്കുക എന്നുള്ളത് നമ്മളുടെ എൻ്റെ പ്ലാനിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു 5 മണി 5:30 ആയപ്പോഴത്തേനും ഇന്ന് ചായ വേണ്ട എന്ന് വെച്ചിരുന്നു. ടീ ടൈം എന്ന് പറയുന്നത് നമ്മൾ KFC കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ KFCയിലേക്ക് കയറി. അപ്പോൾ ഈ KFC വീഡിയോയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഷോർട്സിലാണേലും വീഡിയോസിലാണേലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മുടെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ട് നമ്മൾ യാത്ര ആരംഭിച്ചു. വളരെ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. അപ്പം നമ്മളിതാ കാഴ്ചകളൊക്കെ കണ്ട് മുട്ടം മേലുകാവ് റൂട്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയായിരുന്നു ഈ ഏരിയയിലൊക്കെ എത്തിയപ്പോഴത്തേനും. കാരണം അത്രയും നല്ല ഒരു ക്ലൈമറ്റ്, മൂടിക്കെട്ടി മഴ പെയ്യാനായിട്ടുള്ള ഒരു കോളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുന്നിൻ്റെ മുകളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കണ്ടീഷനാണ്. എല്ലാം കണ്ടപ്പോഴത്തേനും ഭയങ്കര ഒരു കുളിർമ, മനസ്സിന് തന്നെ ഒരു സന്തോഷം, ഒരു കുളിർമയൊക്കെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളും വഴക്കൊന്നും ഇല്ലായിരുന്നു. അവരും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്തു. പിന്നെ അവരെ ഇടയ്ക്ക് KFC ഒക്കെ വാങ്ങിച്ചു കൊടുത്ത്, പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെയും ഹാപ്പിയാക്കി സന്തോഷിപ്പിച്ച് അവരെയും നമ്മൾ വളരെ കംഫർട്ടാക്കിയാണ് നമ്മൾ ട്രാവൽ ചെയ്യിപ്പിച്ചത്. വളരെ രസകരമായിട്ടുള്ള
നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇതുണ്ടത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ പയ്യനെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ്, ഞങ്ങൾ എൻജോയ് ചെയ്ത കുറച്ച് ട്രാവൽ വിശേഷങ്ങൾ നിങ്ങളിലേക്കും ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ മൂവാറ്റുപുഴ വരെ പോയതായിരുന്നു. അപ്പോൾ അവിടുത്തെ പോകുന്ന വഴിക്കുള്ള ഭംഗി, എന്താ പറയുക, ചൂട് വെയിൽ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. വളരെ കൂളായിട്ടുള്ള, വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഒരു സ്മോൾ ജേണി, ഒരു ട്രാവൽ ജേണി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇരാറ്റുപേട്ടയോടൊക്കെ അടുത്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഫുഡ് കാര്യങ്ങളും ആണ്, എന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫുഡ് ചാനലാണ്, ഫുഡ് വീഡിയോസാണ് ഞാൻ ഇടുന്നത്. എങ്കിലും നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത്